ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? കുറച്ചധികം ടൈം എടുത്തിട്ടാണ് ഞാൻ അടുത്തൊരു വീഡിയോയിലായിട്ട് വന്നിരുന്നത്. കുറച്ച് ബിസിയായി പോയി. കാര്യങ്ങളൊക്കെ ഞാൻ പുറകെ പറയാം. ഞാൻ ഇന്ന് കാണിക്കുന്നത് നല്ലൊരു തിരുതക്കറിയില്ലേ, അതിൻ്റെ വീഡിയോ ആണ്. നമ്മുടെ കണമ്പുണ്ടല്ലോ, അതിനേലും കുറച്ചും കൂടി വലുതായിട്ടുള്ള ഫിഷാണ് തിരുത. വളരെ ടേസ്റ്റിയും നല്ല സോഫ്റ്റായിട്ടുള്ള മീറ്റാണ് നമുക്കിതുമേൽ നിന്ന് കിട്ടുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹസ്ബൻഡിനെയാണ് കണ്ടത്. ആളുടെ പേര് ഗ്ലാഡ്വിൻ ആൻ്റണി എന്നാണ്. പുള്ളിക്കാരൻ ഷെഫാണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് യുഎസിലാണ്. യുഎസിലൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 ഡേയ്സിൻ്റെ ഒരു വെക്കേഷൻ കിട്ടിയായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഓർത്ത് ഒരുമിച്ച് നിന്നൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ പുള്ളിക്കാരനാണ് എന്നെ കുക്കിങ്ങിലെ എല്ലാ കാര്യങ്ങളും അഡ്വൈസ് ചെയ്യുന്നതും എനിക്ക് എൻ്റെ സംശയങ്ങളൊക്കെ തീർത്തു തരുന്നത് ഹസ്ബൻഡാണ്. ഇനി വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ കുക്കിങ്ങും സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കൊറിയാണ്ടർ ലീഫില്ലേ, മല്ലിയിലയുടെ തണ്ടാണ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ടൊമാറ്റോ, നല്ല പഴുത്ത ടൊമാറ്റോ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് കറി ലീവ്സ് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മളിവിടെ അഡീഷണലായിട്ട് മുളക് പൊടിയൊന്നും അധികം ചേർക്കുന്നില്ല. പച്ചമുളക് നിങ്ങളുടെ എരിവിനാവശ്യമായിട്ട് കൂട്ടി ചേർക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എപ്പോഴും പറയുന്ന ഒരു കാര്യം പറയാൻ മറന്നുപോയി. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് നല്ലൊരു പേസ്റ്റ് പോലെ തയ്യാറാക്കിയെടുക്കാം. നമുക്കൊന്ന് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്താണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മീനൊന്ന് പുരട്ടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് അധികം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം മാത്രം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നാൽ മാത്രമേ ആ മസാലക്കൂട്ടൊക്കെ ആ മീനിലേക്ക് നന്നായിട്ട് ഇറങ്ങി ചെല്ലുള്ളൂ. നോക്കി നന്നായിട്ട് അതെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയെടുക്കാം. നമുക്കിതിലേക്കായിട്ടൊരു തേങ്ങയുടെ അരപ്പ് വേണം, അത് തയ്യാറാക്കിയെടുക്കാം. ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ചിരകിയത്, കുറച്ച് ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് അരയാൻ ആവശ്യത്തിലുള്ള വെള്ളവും ഇട്ട് നന്നായിട്ടുള്ള ഫൈൻ പേസ്റ്റാക്കി എടുക്കണം. ഇനി നമുക്ക് ആ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല, കാരണം നമ്മൾ ഒരു ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഫ്രൈ ചെയ്തിട്ട് കറിയാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മീൻ പിന്നെയും കുക്കാകും. അതുകൊണ്ട് ഡീപ്പായിട്ട് ഒരുപാട് ഓയിൽ ഒഴിച്ച് നമുക്ക് കുക്ക് ചെയ്യേണ്ട, അതായത് ഫ്രൈ ചെയ്തെടുക്കണ്ട. നമുക്ക് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫിഷ്, പ്രോൺസ്, സ്ക്വിഡ് ഇതൊക്കെ ഒരുപാട് ടൈം എടുത്ത് കുക്ക് ചെയ്താൽ അത് വളരെ റബ്ബറി പോലെ ആകും. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലും ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിലുമാണ് നമുക്ക് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും ഒരുപാടിട്ട് കുക്ക് ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടുത്തരുത്. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള ഫിഷും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. മൺചട്ടിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ആദ്യമേ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും ഉലുവയും കൂടി നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി, ചെറിയുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഹസ്ബൻഡാണ് ഇന്നത്തെ കുക്കിങ്ങിൽ എന്നെ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് വീഡിയോ മാത്രമേ എടുക്കുന്നുള്ളൂ. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ, മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു റോ ഫ്ലേവർ ഉണ്ടല്ലോ, മഞ്ഞളിൻ്റെയും മല്ലിയുടെയൊക്കെ, അതൊക്കെ നന്നായിട്ട് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് വരട്ടെ അത്. എപ്പോഴും മീൻ കറിയിലേക്ക് നല്ല ചെറുള്ളിയൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കാരണം സവാള ചേർക്കുമ്പോൾ കുറച്ച് മധുരം മുൻപിട്ട് നിൽക്കും. ഇതിലേക്ക് നമ്മൾ നല്ല പഴുത്ത തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതും നന്നായിട്ടൊന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയുടെ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ലൊരു ഗ്രേവി ആക്കി എടുക്കാം. ഈ ഒരു കൂട്ട് ഒരുപാട് ലൂസാക്കി കളയേണ്ട, ഒരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ഈ കറി നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്.
കാണാൻ എന്ന പോലെ നല്ല ടേസ്റ്റിയാണ്, കഴിക്കാൻ ചോറിനെ കൂടിയും നല്ല ടേസ്റ്റാണ്. അതേപോലെ അപ്പം, വെള്ളയപ്പം, ചപ്പാത്തിനെ കൂടിയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ സമയത്ത് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് നമുക്ക് ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ആ ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഫിഷ് ചേർത്ത് കൊടുക്കുന്നത്. ഇതാ നോക്കി, നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് പാകത്തിന് ഉപ്പ് കൂട്ടുകയൊക്കെ ചേർക്കാം. അതുപോലെ പുളി വേണമെങ്കിൽ വിനാഗിരി ചേർക്കാം. അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും വിനാഗിരിയൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ ഈ പച്ചമുളക് കുറച്ച് എരിവ് കുറവ് തോന്നിയതുകൊണ്ട് ഒരു 3-4 പച്ചമുളക് ഈ സമയത്തൊന്ന് ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറക്കാതെ നിങ്ങളും ഒന്ന് എരിവ് നോക്കിയിട്ട് പച്ചമുളക് കൂട്ടിയെടുക്കുകയോ ഒക്കെ ചെയ്യാം. നമ്മൾ ഫ്രൈ ചെയ്ത ആ ഒരു ഓയിൽ ഉണ്ടായില്ലേ, ആ കോക്കനട്ട്, ആ ഒരു എണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതാ നോക്കിയേ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഈ കറി കാണാൻ. മീൻ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാടിട്ട് നമ്മൾ ഇളക്കി അതൊന്ന് പൊടിച്ചെടുക്കരുത്. അപ്പോൾ അതിന് ശേഷം ഇതേപോലെ ഒന്ന് കയ്യിലേക്ക് ഒരു തുണി വെച്ച് ടവലെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കൊടുത്താൽ മതിയാകും. അങ്ങനെ ഞാനിവിടെ ഒരു വാഴയില വെച്ചൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഒരു സ്ലോ ഫ്ലെയിമിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കാവട്ടെ. ഇതാ നോക്കിയേ, നല്ല സൂപ്പറായിട്ടുള്ള സ്മെല്ല് വരുന്നുണ്ട്. അവസാനം നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയുടെ തണ്ടും കൂടി ചേർത്ത് നമുക്ക് ഫിനിഷ് ചെയ്യാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തിരുതക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ മറക്കാതെ എല്ലാവരും വീട്ടിൽ മീനൊക്കെ വാങ്ങുമ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ്, നാടൻ സ്റ്റൈലിലുള്ള ഒരു മീൻ കറിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.